നമസ്കാരം. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒപ്പിട്ട ചരിത്രപരമായ വ്യാപാര കരാറിനെക്കുറിച്ച് നമ്മൾ കേട്ടുകഴിഞ്ഞു. എന്നാൽ ഈ കരാറിലേക്ക് എത്തുന്നതിനും തൊട്ടു മുൻപ് ഡൽഹിയിലും വാഷിംഗ്ടണിലും നടന്ന നാടകീയമായ സംഭവങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. പ്രമുഖ സാമ്പത്തിക മാധ്യമമായ ബ്ലൂംബർഗാണ് ഈ രഹസ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ എങ്ങനെ ഉറച്ചുനിന്നു? ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അമേരിക്കയ്ക്ക് നൽകിയ ആ താക്കീത് എന്തായിരുന്നു? നമുക്ക് വിശദമായി പരിശോധിക്കാം. സംഭവം നടക്കുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ്. വാഷിംഗ്ടണിൽ വെച്ച് ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും കൂടിക്കാഴ്ച നടത്തുന്നു. ആ സമയത്ത് ട്രംപ് ഇന്ത്യക്കെതിരെ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിക്കുന്ന കാലമായിരുന്നു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% നികുതി ചുമത്തുമെന്നായിരുന്നു ട്രംപിൻ്റെ ഭീഷണി. എന്നാൽ ഈ ചർച്ചയിൽ അജിത് ഡോവൽ സ്വീകരിച്ചത് അങ്ങേയറ്റം കർക്കശമായ നിലപാടായിരുന്നു. ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി ഒരു കരാറിലും ഒപ്പിടുവിക്കാമെന്ന് ആരും കരുതേണ്ട എന്ന് അദ്ദേഹം മാർക്കോ റൂബിയോയോട് തുറന്നടിച്ചു. അമേരിക്കയുടെ മുൻപിലുണ്ടായിരുന്നത് പഴയ ഇന്ത്യയല്ലെന്നും സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യക്ക് അറിയാമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഈ കൂടിക്കാഴ്ചയിലെ ഏറ്റവും നിർണായകമായ ഭാഗം ഇന്ത്യയുടെ കാത്തിരിക്കാനുള്ള സന്നദ്ധതയായിരുന്നു. അമേരിക്ക മുന്നോട്ട് വെക്കുന്ന നിബന്ധനകൾ ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ ഈ കരാർ ഇപ്പോൾ വേണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമില്ല എന്ന് ഡോവൽ വ്യക്തമാക്കി. ആവശ്യമെങ്കിൽ ട്രംപിൻ്റെ കാലാവധി തീരുന്ന 2029 വരെ കാത്തിരിക്കാൻ ഇന്ത്യ തയ്യാറാണെന്ന സന്ദേശം അമേരിക്കയെ ഞെട്ടിച്ചു. ഇന്ത്യയെ ഒരു സൗഹൃദ രാജ്യമെന്ന നിലയിൽ ബഹുമാനിക്കണമെന്നും പ്രധാനമന്ത്രി മോദിയെയും ഇന്ത്യയെയും പരസ്യമായി പരിഹസിക്കുന്നത് ട്രംപ് അവസാനിപ്പിക്കണമെന്നും ഇന്ത്യ അന്ത്യശാസനം നൽകി. ഈ ഉറച്ച നിലപാടാണ് ചർച്ചകളുടെ ഗതി മാറ്റിയത്. ഇന്ത്യയുടെ ഈ കടുത്ത നിലപാടിന് പിന്നാലെ അമേരിക്കൻ മനോഭാവത്തിൽ മാറ്റം വന്നു. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ട്രംപ് മോദിയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. തുടർന്ന് നടന്ന ചർച്ചകളിൽ ഇന്ത്യ വലിയ വിജയങ്ങൾ നേടി. 50% നികുതിയെന്ന ഭീഷണിയിൽ നിന്ന് മാറി അത് 18% കുറയ്ക്കാൻ ട്രംപ് സമ്മതിച്ചു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് മേൽ ഉണ്ടായിരുന്ന പിഴകളും അമേരിക്ക പിൻവലിച്ചു. അമേരിക്ക ചോദിച്ചതെല്ലാം കൊടുക്കാതെ കൊടുക്കൽ വാങ്ങലുകളിലൂടെ ഇന്ത്യ തങ്ങളുടെ കൃഷിക്കാരെയും വ്യവസായങ്ങളെയും സംരക്ഷിച്ചു. ബ്ലൂംബർഗ് റിപ്പോർട്ട് പ്രകാരം ഈ കരാർ വെറുമൊരു സാമ്പത്തിക ഇടപാടല്ല, മറിച്ച് ഇന്ത്യയുടെ നയതന്ത്ര കരുത്തിൻ്റെ അടയാളമാണ്. 2030 $500 ബില്യൺ വ്യാപാരമാണ് ലക്ഷ്യം വെക്കുന്നത്. ഗൂഗിളും ആമസോണും അടക്കമുള്ള വമ്പന്മാർ ഇന്ത്യയിലേക്ക് നിക്ഷേപവുമായി എത്തുമ്പോൾ അത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ ഊർജമാകും. ലോകത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ട്രംപിനെ കൊണ്ടുപോലും വിട്ടുവീഴ്ചകൾ ചെയ്യിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഈ വലിയ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച നിശബ്ദമായ നയതന്ത്ര നീക്കങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.